ശ്രീ പി ബാലേന്ദ്രൻ. സർ, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകളൊക്കെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ച യോഗം പരിഹരിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി നിൽക്കുന്ന ഏക ആശങ്ക പെസോയുടെ കടുത്ത നിയന്ത്രണം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള പെസോയുടെ കടുത്ത നിയന്ത്രണം വെടിക്കെട്ട് നടത്താൻ ഒരു തടസ്സമാകുന്നു എന്നുള്ളതാണ്. തറവിലയുടെ ബാക്കി പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷവും പൂരത്തിൻ്റെ ചാരുതയ്ക്ക് മാറ്റുകൂട്ടുന്ന വെടിക്കെട്ട് അതിപ്പോഴും ആശങ്കയിലാണ് എന്നുള്ളത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ശിവകാശി പടക്കലോബി കേരളത്തിലെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വെടിക്കെട്ടുകളിൽ വളരെ പെസോയുമായി ബന്ധപ്പെട്ടുള്ള ചില കരുനീക്കങ്ങളിലൂടെ ഇടപെടുന്നുണ്ട് എന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്ത അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സർ, ഈ വെടിക്കെട്ട് പുരയിൽ നിന്ന് 200 മീറ്റർ അകലെ, അതേപോലെ തന്നെ വെടിക്കെട്ട് സ്ഥലത്തെ ബാരിക്കേഡിൽ നിന്ന് 100 മീറ്റർ അകലെ ആളുകൾ നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകൾ കാലാകാലമായി അവിടെ നടന്നു വരുന്ന പൂരവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന സൗകര്യങ്ങളെ വല്ലാതെ പ്രയാസത്തിലാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പെസോ കാര്യത്തിൽ ശക്തമായ സമ്മർദ്ദം നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്നത്. അക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അടുത്ത് നമ്മൾ തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ നടപടികളിൽ നമുക്ക് വലിയ തോതിൽ ഇളവ് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പോലീസിനും മറ്റ് സുരക്ഷാ അധികൃതർക്കുമെല്ലാം ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും അത് ഭംഗിയായി നടത്താനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തി വരുന്നത്. പക്ഷേ ഈ പെസോ ആക്ട് പ്രകാരം നമുക്ക് മുഴുവൻ കാര്യങ്ങളും നമ്മൾ മാത്രമായിട്ട് ഇളവ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതിൽ കേന്ദ്ര ഗവൺമെൻറ് സമ്മതം കൂടി ആവശ്യമായിട്ടുണ്ട്. അതിനുള്ള സമ്മർദ്ദം നമുക്ക് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കാം. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് പോലീസും ജില്ലാ ഭരണകൂടമൊക്കെ ഇതിനകം തന്നെ എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ മാഫിയ പലതരത്തിൽ പ്രവർത്തിക്കാറുണ്ടല്ലോ, അതൊന്നും നമ്മുടെ സംസ്ഥാനത്തെയോ സംസ്ഥാന ഗവൺമെൻറ്റിനെയോ ഇത്തരം കാര്യങ്ങളെയോ ബാധിക്കുന്നതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.